നമസ്കാരം. ഡൽഹി രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി ഒരു വലിയ ഐക്കണായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക ആൾക്കാരുടെയും ശ്രദ്ധ ഇപ്പോൾ രാഹുൽ ഗാന്ധിയിലേക്കാണ്. കാര്യം വരും കാലങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം കോൺഗ്രസ് പാർട്ടിക്കാർക്കിടയിൽ പോലും കോൺഗ്രസ്സുകാർക്കിടയിൽ പോലും വലിയൊരു ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. നാൾക്കുനാൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ജനപ്രീതി വർദ്ധിക്കുന്നതിനും കാരണമായി തീരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും അത്രത്തോളം ബോൾഡായ തീരുമാനങ്ങൾ എടുക്കുക, രാജ്യത്തിനൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിക്കുക തുടങ്ങിയ പല കാര്യങ്ങളും നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ കഴിഞ്ഞ മൂന്നാം മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ, അതായത് നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. അവിടെ നിന്നിട്ട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഏതൊരു കാര്യത്തെയും നിശിതമായി വിമർശിക്കുകയും അതിനെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ പറയുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ശരിക്കും ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്കൊക്കെ ഉണ്ടായി തുടങ്ങിയത്. അതൊരു പക്ഷേ അദ്ദേഹം ആർജിച്ചെടുത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ, ജനങ്ങളുമായുള്ള നിരന്തരമായ ഇടപഴകലിലൂടെ, അല്ലെങ്കിൽ ജനങ്ങൾ ഒരു വശത്ത് നിന്നുകൊണ്ട് BJP നയിക്കുന്ന NDA സർക്കാരിൻ്റെ ഗുണങ്ങളെ അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദോഷങ്ങളെയെല്ലാം ഒരു വശത്തൂടെ തള്ളിക്കളയാൻ ജനങ്ങൾ പഠിച്ചു തുടങ്ങി. ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതിയിലേക്ക് പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഈ അടുത്ത സമയത്ത് അദ്ദേഹം അമേരിക്കയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്ത് മധ്യേ സംവരണവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം, സംവരണം നടപ്പിലാക്കില്ല എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഇത് കേട്ടപാടെ തീർത്തും നമുക്കറിയാം, BJP എന്ന് പറയുന്നത് BJPയിലെ ശിവസേന അടക്കമുള്ള നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ആ പാർട്ടികൾ ഉള്ളിൽ പോലും ഒരു അസഹിഷ്ണുത എന്ന് പറയുന്നത് വളരെ അധികമുണ്ട്. അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുക, അക്രമം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു വാവിട്ട വാക്കുകൾ പ്രചരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കിയ സഞ്ജയ് ഗേക്വാദ് എന്ന് പറഞ്ഞ ശിവസേനയുടെ ഒരു MLA ആ സമയത്ത് വളരെ നീചമായ ഒരു വാക്പ്രയോഗത്തിലൂടെയാണ് രാഹുൽ ഗാന്ധിയെ നേരിട്ടത്. അതിങ്ങനെയായിരുന്നു: ഇത്രയും വിവരക്കേട് വിളിച്ചു പറയുന്ന രാഹുൽ ഗാന്ധിയുടെ നാവ് അരിഞ്ഞ് നൽകുന്നവർക്ക് 11 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചു. നിങ്ങൾക്ക് 11 ലക്ഷം രൂപ പാരിതോഷികം തരാം, രാഹുൽ ഗാന്ധിയുടെ നാവ് അരിഞ്ഞെടുക്കണം. ഇതായിരുന്നു പ്രസ്താവന. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത്രത്തോളം മിണ്ടുന്നവൻ്റെ നാവരിയുന്ന ഒരുതരം രാഷ്ട്രീയമാണ് BJP രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. പശുവിനെ പേരിൽ കൊല ചെയ്യുക. ഈ കഴിഞ്ഞ ഹരിയാനയിൽ പോലും ഫരീദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാംസം കയ്യിൽ വെച്ചു എന്നതിൻ്റെ പേരിൽ ഒരാളെ ആക്രി കച്ചവടക്കാരനെ അദ്ദേഹത്തിൻ്റെ കടയ്ക്കുള്ളിലിട്ട് അടിച്ചു കൊന്നു. ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു ബാലനെ അവരുടെ ഒരു യാത്രാമധ്യേ പിന്തുടർന്ന് ആ കുട്ടിയെ കൊലപ്പെടുത്തി. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ രാജ്യത്താണ്. അതായത് പശുവിനെ അല്ലെങ്കിൽ ഗോക്കളെ സംരക്ഷിക്കുന്ന നിയമം ശക്തമായി നിലനിൽക്കുന്നു, അതേസമയം മനുഷ്യന് വേണ്ട ഒരു നിയമം രാജ്യത്തില്ല. ഇതിനൊക്കെ എതിരെ ശബ്ദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് ശരിക്കും രാജ്യത്തിൻ്റെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പലരെയും അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാര്യം നാളെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ ഇപ്പം ഭാരത് ജോഡോ യാത്ര അടുത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നിരവധി യാത്രകളിലൂടെ ജനങ്ങൾ ഹൃദയങ്ങളിൽ തൊട്ടറിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്ന് അങ്ങ് ഡൽഹിയിലേക്ക് എത്തുമ്പോഴേക്കും രാഹുൽ ഗാന്ധിയെ സ്വാധീനിക്കുന്ന അല്ലെ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം കൂടുന്നവരുടെ എണ്ണത്തിലും വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഹരിയാനയിൽ തന്നെ നിരവധി ആളുകളാണ് BJP വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വിനേഷ് ഫോഗട്ടും ബജരംഗ് പുനിയ അടക്കമുള്ള കായിക താരങ്ങൾ പോലും രാഹുൽ ഗാന്ധിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് മുൻകാലങ്ങളിലുള്ളിൽ നിന്നും വിപരീതമായി കോൺഗ്രസിലേക്കുള്ള ചേക്കേറ്റം കൂടിയതായി നമുക്ക് കാണാൻ കഴിയും. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് BJPയിൽ കുറേ കാലമായി നിലനിന്ന് പോരുന്ന നേതാക്കന്മാരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനോ അവർക്ക് വേണ്ട സ്ഥാനമാനങ്ങൾ നൽകുന്നതിനോ ഒന്നും തന്നെ ഇവർക്ക് കഴിയാതെ പോകുന്നു, BJPക്ക് കഴിയാതെ പോകുന്നു. പുതുതായി എത്തുന്നവർക്ക് വേണ്ട സ്ഥാനമാനങ്ങൾ നൽകി അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു കാരണമാണ്. രാഹുൽ ഗാന്ധി ജനപ്രിയനായി മാറുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അതും കൂടിയാണ്. രാഹുൽ ഗാന്ധി തന്നെയല്ല, യുവത്വമാണ്. അദ്ദേഹം വളരെ ചടുലമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ഒന്നും മാധ്യമങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടോ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നും അദ്ദേഹം പെർഫോം ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അതാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധിയെ മറ്റുള്ള നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയാണ് സത്യത്തിൽ ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ നാവരിഞ്ഞു കൊടുക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിക്കുന്ന സഞ്ജയ് ഗേക്വാദിനെ പോലുള്ള ആൾക്കാരെ ചൊടിപ്പിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു അതായത് അപ്പോൾ ഉടനെ അടുത്ത ആൾ ഇറങ്ങിക്കഴിഞ്ഞു. മഹാരാഷ്ട്രയുടെ BJP പ്രസിഡന്റ് ഒരാൾ അന്നേരം ഉടനെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ചന്ദ്രശേഖർ ഭവാൻമുല എന്നാണ്. അദ്ദേഹം പറയുന്നത് സംവരണം രാജ്യ പുരോഗതിയെ തന്നെ ബാധിക്കുമെന്ന് ജവഹർലാൽ നെഹ്റു പണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നിലവിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വരെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം, രവനീത് സിംഗ് ബിട്ടു എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രിയുണ്ട്.
അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഭീകരവാദിയാണ് രാഹുൽ ഗാന്ധി. ഭയങ്കര സംഭവമായിപ്പോയി. രാഹുൽ ഗാന്ധി ഭീകരവാദിയാണ്, കൊടും തീവ്രവാദിയാണ് അല്ലേ, അന്നൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുന്നത്. ഒടുവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നിങ്ങളുടെ മുത്തശ്ശിക്കുണ്ടായ ഗതി നിങ്ങൾക്കും ഉണ്ടാകും. ഇതെന്ത് ഭീഷണിയാണോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ പറയുന്ന വാക്കുകളാണ് ഒരു മന്ത്രി, അതും കേന്ദ്രമന്ത്രി പറയുന്ന വാക്കുകളാണിത്. നിങ്ങളുടെ മുത്തശ്ശിയുടെ ഗതി നിങ്ങൾക്കുണ്ടാകുമെന്ന് പോലും. ഈ രീതിയിലാണ്, ഒരു വെറുപ്പിൻ്റെ വാക്കുകളാണ് എപ്പോഴും BJP ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാഹുൽ ഗാന്ധി ഇല്ലാതാക്കാൻ വേണ്ടി. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടന്ന സമയത്ത് ഇദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിയെ നേരിട്ട് കത്തെഴുതി ബോധിപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. കാരണം നിങ്ങൾ ഒന്ന് കാര്യങ്ങൾ ഇടപെടണം, നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പലരും വിദ്വേഷം പടർത്തുന്ന തരത്തിൽ ഒരു ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള വാക്കുകളാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർത്തുന്നത് വളരെ പ്രകോപനപരമായ ഭാഷകളാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ തടയിടണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മറുപടി ഈ രവനീത് സിംഗ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ, പിന്നെ ഇപ്പോഴും ഈ അധ്യക്ഷൻ മണ്ടനായി തന്നെ തുടരുകയാണ്. അതിനദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് പപ്പു എന്നാണ്. പപ്പുവായി തുടരുകയാണ്. നിങ്ങൾ ആദ്യം പഠിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയും പഠിപ്പിക്കേണ്ടതും ചെയ്യേണ്ടത് ഈ പപ്പുവിനെയാണ്, അതായത് രാഹുൽ ഗാന്ധിയാണ് അതൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള നിലയിൽ ഈ രീതിയിൽ അദ്ദേഹത്തെ അവഹേളിക്കുന്നതിന് നമുക്കറിയാം. കഴിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ പണ്ടെന്നോ പ്രസംഗിച്ചതിൽ നിന്ന് ഒരു വാക്ക്, മോദി എന്ന് പറയുന്ന ഒരു വംശത്തെ അധിക്ഷേപിച്ചു എന്നുള്ള പരാതിയിൽ കേസെടുക്കുകയും അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം വരെ നഷ്ടപ്പെടുത്തുകയും ചെയ്തതാണ്. അത്രത്തോളം BJP രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി നാളെ എന്തായാലും ഉയർന്നു വരും. കാര്യം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൊണ്ട് നമുക്കറിയാം BJP ഒരു പാഠം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും വിദ്വേഷ പ്രചരണങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഹ്യൂമൻ റൈറ്റ് വാച്ച് എന്ന് പറയുന്ന ഒരു സംഘടന, അന്തർദേശീയ സംഘടന പുറത്തുവിട്ടതനുസരിച്ച് 173 പ്രസംഗങ്ങൾ നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട്. അതിൽ 110ഓളം വരുന്ന പ്രസംഗങ്ങൾ എല്ലാം തന്നെ ഈ പറയുന്ന മതവിദ്വേഷം പടർത്തുന്ന തരത്തിലുള്ളതായിരുന്നു എന്ന് പറഞ്ഞൊരു അന്തർദേശീയ സംഘടന ഒരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ രാജ്യത്ത് എങ്ങനെയും മതവിദ്വേഷം ഉണ്ടാക്കുകയും മതവിദ്വേഷം ഉണ്ടാക്കി അവരെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് നേട്ടമുണ്ടാക്കുകയും വോട്ടിൻ്റെ നേട്ടമുണ്ടാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന തീർത്തും നിന്ദ്യമായ നടപടികളാണ് ഇപ്പോൾ BJP പ്രധാനമന്ത്രി അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു വെല്ലുവിളിയായി രാഹുൽ ഗാന്ധി ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും BJP ഭയക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു ഭയപ്പാടിൽ നിന്നാണ് ഈ പറയുന്ന നാവ് മുറിച്ചു കൊടുക്കുന്നവന് ഇനാം പ്രഖ്യാപിക്കുകയും ഇപ്പം അടുത്ത ദിവസം തന്നെ ഒരാൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, ഈ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ഏതെങ്കിലും ഒരു കോൺഗ്രസ് നായ്ക്കൾ ഞാൻ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് വന്നാൽ അവരെ അവിടെ വെച്ച് തന്നെ കൊന്ന് ദഹിപ്പിച്ചു കളയും, മറവ് ചെയ്ത് കളയും എന്ന് പറയുന്ന തരത്തിലേക്കുള്ള വാക്കുകളൊക്കെയാണ് ഇപ്പോൾ BJPക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയന്നു തുടങ്ങി. ഭയത്തിൽ നിന്നുണ്ടാകുന്ന വിറളി പിടിക്കലാണ് ഇപ്പോൾ BJP ഡൽഹിയിൽ അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്രത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പേടിച്ചു തുടങ്ങി. അതിൻ്റെ അർത്ഥം രാഹുൽ ഗാന്ധി ശക്തനായി തുടങ്ങി എന്ന് തന്നെയാണ്. രാഹുൽ ഗാന്ധി വരും കാലങ്ങളിൽ ഈ പറയുന്ന 5 വർഷം ഇനി സമയമുണ്ട്. ഈ 5 വർഷത്തിനകത്ത് വെച്ച് രാഹുൽ ഗാന്ധി വീണ്ടും ശക്തനായി മാറും എന്നുള്ള കാര്യം തീർച്ചയാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ രാജ്യം അഭിമുഖീകരിക്കുമ്പോൾ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്ക് ഉറപ്പായും മുന്നിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരേ ഒരു നേതാവ് ഇപ്പോൾ രാഹുൽ ഗാന്ധി മാത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.